ഹലോ, നിങ്ങൾ MA സൈക്കോളജി വിദ്യാർത്ഥികളാണല്ലോ. നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി ഓർമ്മയുടെ ന്യൂറോ സൈക്കോളജിക്കൽ അടിസ്ഥാനങ്ങൾ, അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 പഠിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ആ യൂണിറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോവാണ്. ഓർമ്മയെ മനസ്സിലാക്കാൻ മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്. അതാണ് ഓർമ്മയുടെ മൃഗമാതൃകകൾ അഥവാ ആനിമൽ മോഡൽസ് ഓഫ് മെമ്മറി. അതെ. എന്തിനാണ് ശരിക്കും മനുഷ്യന്റെ ഓർമ്മ പോലൊരു സങ്കീർണമായ കഴിവിനെപ്പറ്റി പഠിക്കാൻ ഗവേഷകർ മൃഗങ്ങളെ ആശ്രയിക്കുന്നത്? ആ. അതിന്റെ ഒരു യുക്തി എന്താണ്? ഈ പഠനങ്ങളൊക്കെ എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാണ്? നമുക്കിതൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ചും നിങ്ങളുടെ യൂണിറ്റ് 3 സെക്ഷൻ 3.5 വെച്ചിട്ട്. തീർച്ചയായും. അപ്പോ ആദ്യത്തെ ചോദ്യം അതുതന്നെയാണ്, മനുഷ്യന്റെ ഓർമ്മയെക്കുറിച്ച് പഠിക്കാൻ എന്തിനാണ് നമ്മൾ മൃഗങ്ങളെ ഉപയോഗിക്കുന്നത്? എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം? അതൊരു നല്ല ചോദ്യമാണ്. പ്രധാനമായും തലച്ചോറിലെ ചില പ്രത്യേക ഭാഗങ്ങളുണ്ടല്ലോ, അതും ഓർമ്മ പോലുള്ള നമ്മുടെ മാനസിക പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതാണ് ലക്ഷ്യം. ഓക്കേ. ഇപ്പോ ഉദാഹരണത്തിന് ഹിപ്പോകാമ്പസ് അല്ലെങ്കിൽ മീഡിയൽ ടെമ്പറൽ ലോബ്, ഈ ഭാഗങ്ങൾക്കൊക്കെ ഓർമ്മയുടെ കാര്യത്തിൽ എന്ത് പങ്കാണുള്ളതെന്നറിയണം. ശരിയാണ്. പക്ഷേ മനുഷ്യരിൽ നേരിട്ട് തലച്ചോറിൽ മാറ്റങ്ങളൊക്കെ വരുത്തി പരീക്ഷണം നടത്തുന്നത് അത് പ്രായോഗികമല്ല, പലപ്പോഴും സാധ്യമല്ല. അതെ, നൈതികമായ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും. അപ്പോ സമാനമായ തലച്ചോറുള്ള ജീവികളെ, പ്രത്യേകിച്ച് കുരങ്ങുങ്ങളെ പോലുള്ള പ്രൈമേറ്റുകളെ ആശ്രയിക്കും. ആ, പ്രൈമേറ്റുകൾ. അതെ, അവരിൽ പഠനങ്ങൾ നടത്തുന്നത് വളരെ ഗുണകരമാണ്. ഇങ്ങനെയാണ് ഓർമ്മയുടെ, അതുപോലെ ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥയായ അംനേഷ്യയുടെയൊക്കെ മൃഗമാതൃകകൾ ഗവേഷകർ ഉണ്ടാക്കുന്നത്. മനസ്സിലായി. ഈ മാതൃകകൾ വെച്ച് നമ്മുടെ അനുമാനങ്ങൾ പരീക്ഷിക്കാം, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. അപ്പോ എല്ലാ തരം മൃഗങ്ങളെയും ഇതിനായിട്ട് ഉപയോഗിക്കാറുണ്ടോ? അതോ ഈ പറഞ്ഞ പ്രൈമേറ്റുകൾക്ക് മാത്രമാണോ പ്രാധാന്യം? പലതരം ജീവികളിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ നട്ടെല്ലില്ലാത്ത ജീവികളിൽ പോലും ഓർമ്മയുടെ ഏറ്റവും അടിസ്ഥാന രൂപങ്ങൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഓഹോ. എന്നാൽ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന സ്രോതസ്സുണ്ടല്ലോ, ബ്ലോക്ക് 1 യൂണിറ്റ് 3 സെക്ഷൻ 3.5, അതെടുത്തു പറയുന്നത് പ്രൈമേറ്റുകളിലെ, അതായത് കുരങ്ങുകളിലെ പഠനങ്ങളെക്കുറിച്ചാണ്. അതെന്തുകൊണ്ടാണ്? കാരണം മനുഷ്യരുടേതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഘടനയിൽ കുറച്ചുകൂടി സാമ്യമുള്ള തലച്ചോറാണ് അവയുടേത്. ഘടനാപരമായ സാമ്യം. അതെ. പ്രത്യേകിച്ചും ഈ കുരങ്ങുകളുടെ ഹിപ്പോകാമ്പസിലോ അല്ലെങ്കിൽ അതിനു ചുറ്റുമുള്ള കോർട്ടെക്സിലോ ഒക്കെ വളരെ കൃത്യമായി ചില മാറ്റങ്ങൾ, അതായത് ലീഷൻസ് വരുത്തിയിട്ട് അത് ഓർമ്മയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുന്നത് മനുഷ്യരിലെ ഓർമ്മയെക്കുറിച്ച് നല്ല ചില വിവരങ്ങൾ തരും എന്നാണ് കരുതുന്നത്. ശരിയാണ്. ഘടനാപരമായ സാമ്യം ഒരു പ്രധാന പോയിന്റ് തന്നെ. പക്ഷേ ഇവിടെ എനിക്കൊരു സംശയം. ഈ കുരങ്ങുകളുടെ തലച്ചോറും മനുഷ്യരുടേതും തമ്മിൽ ശരിക്കും അത്രയ്ക്ക് സാമ്യമുണ്ടോ? കാരണം ഓർമ്മ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സങ്കീർണമായ ഒരു കഴിവല്ലേ? ഈ താരതമ്യം എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. നമ്മുടെ സ്രോതസ് തന്നെ ഇതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഓക്കെ, എന്താണത്? കുരങ്ങുകളുടെയും മനുഷ്യരുടെയും തലച്ചോറുകൾ തമ്മിൽ അവിടെ ഘടനയുടെ ഒരു പൊതുവായ രൂപരേഖ, അതായത് ഗ്രോസ് ഓർഗനൈസേഷൻ, അതിലും പിന്നെ അവയുടെ പ്രവർത്തനപരമായ കഴിവുകൾ, ഫങ്ഷണൽ കേപ്പബിലിറ്റീസ്, ഇതിലൊക്കെ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. സിഗ്നിഫിക്കന്റ് ഡിഫറൻസസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓഹോ, അപ്പൊ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഈ മൃഗമാതൃകകളെ നമുക്ക് മനുഷ്യ ഓർമ്മയുടെ ഒരു തനി പകർപ്പായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുക? അതാണ് ഇതിനൊരു സൂചനയായിട്ട് കാണാം. ഓർമ്മയുടെ നാഡീപരമായ അടിസ്ഥാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകൾ നൽകുന്ന ഒന്ന്, അത്രയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത് മൃഗങ്ങളിലെ പഠനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ കണ്ടെത്തലുകളുണ്ടല്ലോ, അവ ഏറ്റവും അർത്ഥവത്താകുന്നത് നമ്മൾ അവയെ മനുഷ്യരിലെ പഠനങ്ങളുമായിട്ട്, അതായത് തലച്ചോറിന് ക്ഷതമേറ്റ ആളുകളെ പഠിക്കുന്നത്, ലീഷൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ബ്രെയിൻ സ്കാനിംഗ് പോലുള്ള ന്യൂറോ ഇമേജിംഗ് പഠനങ്ങൾ. ന്യൂറോ ഇമേജിംഗ്. അതെ, ഇതുമായിട്ടൊക്കെ കൂട്ടിയിണക്കുമ്പോൾ ലിങ്ക്ഡ് വിത്ത് സ്റ്റഡീസ് ഇൻ ഹ്യൂമൻസ് എന്ന് പറയും. അപ്പോഴാണ് ഇതിന് ശരിക്കും പ്രയോജനമുണ്ടാകുന്നത്. അതായത് രണ്ടും ചേർത്ത് വായിക്കണം. കൃത്യമായി പറഞ്ഞാൽ അതെ. ഇപ്പം മൃഗങ്ങളിൽ ഒരു പ്രത്യേക തലച്ചോറ് ഭാഗത്തിന് ഓർമ്മയിൽ പങ്കുണ്ടെന്ന് നമ്മൾ കണ്ടുവെന്ന് വെക്കുക. ശരി. അപ്പം സമാനമായ കണ്ടെത്തലുകൾ മനുഷ്യരിലും ഉണ്ടോ എന്ന് നമുക്ക് ന്യൂറോ ഇമേജിംഗ് വഴിയോ മറ്റോ നോക്കാം. അതുപോലെ മനുഷ്യരിൽ കാണുന്ന ഓർമ്മ പ്രശ്നങ്ങൾ,
അതിന്റെ കാരണങ്ങൾ എന്തായിരിക്കാമെന്ന് മൃഗമോഡലുകളിൽ പരീക്ഷിച്ചു നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, മനസ്സിലായി. അങ്ങനെ ഈ രണ്ടു തരം ഗവേഷണങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ പരസ്പരം പൂരിപ്പിക്കുമ്പോഴാണ് ഓർമ്മയുടെ ആ നാഡീപരമായ അടിസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമായ, കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ചിത്രം കിട്ടുന്നത്. അപ്പോ മൃഗമാതൃകകൾ ഒറ്റയ്ക്കൊരു പൂർണ്ണ ചിത്രം തരുന്നില്ല? ഇല്ല, തീർച്ചയായുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ മൃഗമാതൃകകൾ ഓർമ്മയും തലച്ചോറും തമ്മിലുള്ള ചില അടിസ്ഥാനപരമായ കണ്ണികളെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ടൂള് പോലെയാണ്. അതെ, ഒരു ഉപകരണം. പക്ഷേ അതിന്റെ പരിമിതികളെക്കുറിച്ച് നല്ല ബോധ്യം വേണം. മനുഷ്യരിലെ പഠനങ്ങളുമായിട്ട് ചേർത്തുവെച്ച് വിശകലനം ചെയ്താൽ മാത്രമേ ഈ വിവരങ്ങൾക്ക് ശരിക്കുള്ള മൂല്യമുള്ളൂ. കൃത്യമാണ്. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു കാര്യം ആലോചിച്ചു പോകുന്നു. ഈ മൃഗമാതൃകകൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. അവ മനുഷ്യ ഓർമ്മയുടെ പൂർണ്ണമായ രൂപം നൽകുന്നില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഭാവിയിൽ ഓർമ്മയുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ഈ മൃഗങ്ങളെ മാത്രം ആശ്രയിക്കാതെ കുറച്ചുകൂടി കൃത്യതയുള്ള, നേരിട്ടുള്ള എന്തു ഗവേഷണ മാർഗങ്ങൾ വരാം? ഒരുപക്ഷേ കൂടുതൽ മെച്ചപ്പെട്ട ന്യൂറോ ഇമേജിംഗ് ടെക്നിക്കുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ മോഡലുകളോ ഒക്കെ ഇതിനൊരു വഴി തുറന്നേക്കുമോ? നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?